അവസാനം വരെയും പിടിച്ച് നിൽക്കുവാനുള്ള കൃപ കർത്താവ് ദാസന് കൊടുത്തു എന്നുള്ളത് വളരെ വിശേഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ 88 ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങള് കുടുംബങ്ങളായിട്ട് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കുടുംബപ്രാർത്ഥന എന്നുള്ളത് ഒരു വലിയ യോഗം പോലായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം കുടുംബപ്രാർത്ഥനയ്ക്ക് എടുക്കുമായിരുന്നു. എല്ലാവരും പുസ്തകം വായിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പലപ്പോഴും എനിക്ക് ഒരു അരജകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന്റെ പരിണിത ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. എല്ലാവരെയും ഒരു കോംപ്ലക്സിൽ താമസിക്കണമെന്ന് ഞങ്ങളുടെ പിതാവിന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു കോംപ്ലക്സിൽ തന്നെ വീട് വാങ്ങിച്ച് താമസിപ്പാൻ ദൈവം കൃപ നൽകി. ഞങ്ങളുടെ അപ്പച്ചൻ ഈ ലോകത്തിൽ ഒരു മനിനായ ഒരു വ്യക്തിയായിരുന്നു. തന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും മകളെയും മരുമകളെയും ഒരുപോലെ കാണുവാൻ ഒരു മനസ്ഥിതി പിതാവുണ്ടായിരുന്നു എന്നുള്ള വിസ്മയം ഞാൻ ഓർക്കുന്നു. കിടന്നു പോകുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അപ്പന്റെ കയ്യിൽ അല്പം പൈസ കൊടുക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും പൈസ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അത് എന്നോട് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുഖ്യനായിരിക്കുന്ന വാട്സ്ആപ്പ് ജോൺസൺ സെക്രട്ടറി അവർ അല്പം പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജോലിയോട് വാങ്ങിച്ചില്ല, പിന്നെ അത് നിന്നോടൊക്കെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണുമ്പോൾ ഒരു മനസ്ഥിതി അങ്ങനെ പല കാര്യങ്ങളിലും അനേക കാര്യങ്ങളിലും ദാവിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാറുണ്ട്. ഈ ലോകത്തിൽ മനിനായി ജീവിച്ചു കർത്താവ് ഒരുക്കിയ നിത്യഭവനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു വളരെ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ മാസം എന്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിൻ്റെതായിട്ടുള്ള ദുഃഖം തീരുന്നതിന് വേണ്ടിയാണ് പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഇതിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് ഞങ്ങൾ കർത്താവിന്റെ വരങ്ങൾ ഞങ്ങൾ കാണപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. അനേകം ക്രീഡകൾ ഞങ്ങളുടെ പിതാവ് കൊടുക്കുമ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ കടന്നിയെന്ന് അവിടെയും ഞങ്ങളുടെ പിതാവിനോടുകൂടെ ഞങ്ങൾ സന്തോഷിക്കും എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അപ്പത്തിന് വളരെ പാട്ട് എഴുതുന്നതിലും പാടുന്നതിലും വളരെ താല്പര്യം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. 1961 അപ്പച്ചൻ എഴുതിയ പാട്ടിന്റെ കുരിശിൽ പാടിയിട്ട് ഞാൻ ഇരുന്നുള്ള എണ്ണമില്ലവൻ തീരമാലകൾ ഏറിടുന്നു എൻ ജീവനൗകയിൽ എണ്ണമില്ലവൻ തീരമാലകൾ ഏറിടുന്നു എൻ ജീവനൗകയിൽ Romans 10, verses 15. And how shall they preach except they be sent? As it is written, how beautiful are the feet of them that preach the gospel of peace and bring glad tidings of good things. The gospel my grandfather spread is what made him beautiful, not his looks. It was the gospel that he spread. I had the privilege of living with my grandfather for 18 years. He was a great man. And I can say that I learned a lot from him. His love, his generosity, his passion for God's work can never be forgotten. Today, as I stand before his memorial, I'm not sad. I'm happy that I had him for a grandfather.
Who I am and what you see today was a product of his love and hard work. He is a man of theoretical wisdom. He was a grandfather who always protected me. I remember times when I was a kid, when I got in trouble, my dad was chasing me around. All I had to do was just run to my grandfather's room. He wouldn't be able to do anything. He spoiled me. Anytime I was sick, all I had to do was go into his room. He'd be so gentle with me. Just like a shepherd protected his flock, my grandfather protected his children and his grandchildren. The love that he had for his grandchildren and great-grandchildren will never be forgotten. We will never forget how he walked with the Lord, and take comfort knowing that he is with Jesus now. He fought the good fight and he finished the race. His reward is in heaven now. Even though he is gone, we will never forget him, and he will always be in our hearts. I love you, Bishop. Greetings, thank you all for coming. Bishop was a great-grandfather. He took care of us all. I remember when I was a baby, I was in my crib, started to cry, and a patient would come and take me out of my crib. He will always fed me while my parents were at work. He had taken really good care of me. He was a really good grandfather. We used to play around with each other every day.